ഹലോ, ഹലോ. എന്തെല്ലാം ചോറെല്ലാം തിന്നോ? ചോറ് ഇന്ന് തിന്നിട്ടില്ല. ഇന്ന് ബിരിയാണി ആണ്. അപ്പൊ ക്ലിയർ ഇല്ലാതെ. ക്ലിയർ അല്ലേ? ഇപ്പം ക്ലിയർ ആയി. ഇന്ന് ചോറ് തിന്നിട്ടില്ല, ബിരിയാണി ആണ്. എന്താ എന്ത് പറ്റി? ബിരിയാണി എന്നാ മാത്രം? ബിരിയാണി എന്നാന്ന് തോന്നി. ഹോസ്റ്റലിൽ ബിരിയാണി ആണ്. നീ അതിന് കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഞാൻ സാധാരണ ചോറ്. അതെന്താ അങ്ങനെ? നിങ്ങൾ സാധാരണ ഡെയിലി ബിരിയാണി തിന്ന ആൾക്കാരാണല്ലോ. ഇന്ന് സാധാരണ ചോറ് തിന്നാന്ന് വിചാരിച്ചു. തിന്നാ? തിന്നു. വേറെ കണ്ട് പിന്നെ എന്റെ ഇക്കക്കില്ലേ? കേക്ക്. അപ്പൊ എന്റെ ഒന്നിച്ച് കളിക്കാൻ എന്റെ ഒരു താല്പര്യവും കാണുന്നില്ല കേട്ടോ. എല്ലാം കൂടി താല്പര്യം പോയാ? പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ എന്തോ ഇതിന് അത്ര താല്പര്യം ഇല്ലാതെ പോലെ ഉണ്ട് ഇപ്പൊ. എങ്ങനെ മനസ്സിലായേ? അത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കണ്ടിട്ട് കളിക്കുമ്പോ ഇത് തോന്നായിട്ട് ഞാൻ കഴിഞ്ഞ പൂവും മിൽമിയെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പൊ ഇയാളെ അതിലൊന്നും താല്പര്യം കാണിക്കുന്നില്ല, ഒരു ഇതുമില്ല. അന്ന് നോക്കും കുരിശിയെല്ലാം കൂടി ഉണ്ട്, അരിഞ്ഞ് കൊള്ളി മാത്രം പോലെ. അത് കുരിശി പോലെ ഇല്ല, നിക്കുന്നില്ല. അരിഞ്ഞ് മറ്റേ കൊള്ളി ആയതുപോലെ ഉണ്ട്. അപ്പൊ എനക്ക് മനസ്സിലായി ഇതില് ഇയാൾക്ക് കളിക്കാൻ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. ഞാൻ ചോദിച്ചു, ഒന്നും വിട്ടു അറിയുന്നില്ല. ആദ്യത്തായിരിക്കും നിനക്കറിയാ? പറഞ്ഞാല് ചെലപ്പോ ലീവിൽ വന്നിട്ട് കൊറേയല്ലേ, അപ്പൊ കൊറേ കളി കളിച്ചില്ലേ, കോർട്ടിലോടി നടന്ന് കളിച്ചല്ലേ, അപ്പൊ അതുകൊണ്ട് തളർന്നിട്ടുണ്ടാവും. അതൊന്നല്ല കാര്യം. ആരോഗ്യം ഉണ്ടാവൂല. ആരോഗ്യം പോയിരുന്ന നീ നല്ല ഭക്ഷണം ഒന്നും കൊടുക്കാതുകൊണ്ട്. അതൊന്നല്ല, ഞാൻ നല്ല ഭക്ഷണം എല്ലാം കൊടുക്കലുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും പെട്ടെന്ന് നീ അവിടെ അടുത്തുണ്ടായിരുന്നു, നിന്റെ കോർട്ടില് കളിക്കാണ്ട് നിൽക്കൂലല്ലോ. അയാൾക്കിപ്പം കോർട്ടും അല്ല, കോർട്ടില് കളിക്കില്ല നീ എന്ന് പറഞ്ഞ്. കോർട്ടിന് പുറത്ത് ഓടി കളിക്കലില്ല? ഇല്ല, അതല്ലേ ഞാൻ എന്നിട്ട് കളിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തു. അതിലൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് ശരിക്കും കോർട്ട് തുറന്ന് ഇട്ട് കൊടുക്കണ്ടേ, വാ ഒന്ന് കളിച്ചിട്ട് പോവാന്നും പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്ത്, കളിക്ക് ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു എന്താ പറയണ്ടേ, ഒരു എന്തോ ഒരു ഇതില്ലാതെ പോലെ. ഇൻട്രസ്റ്റ് ഇല്ല, തീരെയില്ല. എങ്ങനെയല്ലോ പിന്നെ ഇടിയെല്ലാം കളിച്ച് ഞാൻ പറഞ്ഞ കുരിശിയെല്ലാം കൂടിയിട്ട് മറ്റേ പറയണ്ടേ അരിഞ്ഞരിഞ്ഞ് മറ്റേ ജോലിയായി. അതെനിക്ക് ചോദിക്കായിരുന്നല്ലേ ഇത് കളിക്കാനൊന്നും ഇപ്പം തീരെ താല്പര്യമില്ലാതെ. അല്ല, വേറെ ആരെങ്കിലും ഒപ്പരം പോയിട്ട് പുറത്തുനിന്ന് നടന്ന് കളിച്ചിട്ട് വരുന്നുണ്ടോ? പറയാൻ പറ്റില്ല. ഇപ്പം വൈകുന്നേരം ആകുമ്പോ കളിക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞല്ലേ, വേറെ ഏതെങ്കിലും കോർട്ടിൽ പോവാ. പുറത്തു പോകണ്ട. എത്ര മണിക്ക് തിരിച്ച് സാധാരണ തിരിച്ച്? ഇപ്പൊ അയാൾക്കൊരു കളിയുണ്ട് ഇങ്ങനെ, എന്താ പറയണ്ടേ, അല്ല ഇങ്ങനെ വീട്ടിലധികം നിക്കൂല. ഞാൻ പറയല്ലേ, ഫോൺ ചെയ്യുമ്പോ കുട്ടിയിടില്ല, പുറത്തു പോയി അല്ലെങ്കിൽ മറ്റേ പിന്നെ അയാള് ഒരു
അത്ര മൈൻഡും ഇല്ല. എന്താ ഇതറിഞ്ഞിട്ടാണോ? അമ്മയെ നമ്മള് തമ്മിലുള്ള കളിയും സംസാരം എല്ലാം അറിഞ്ഞാ? അതെനിക്ക് സംശയമുണ്ട്. അല്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കൂലേ? നിന്റെ ഫോണില് ഇത് സംസാരിക്കുന്നതിന്റെ ഒന്നും കാണൂലല്ലോ? ഇല്ല, എന്റെ ഫോണൊന്നും അങ്ങനെ നോക്കണം. എപ്പെങ്കിലും ഇങ്ങനെ നമ്മള് സംസാരിക്കുന്ന കേട്ടിട്ടോ അല്ലെ നമ്മള് ഒരുമിച്ച് കളിക്കുന്ന ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ? ഇല്ലായിരിക്കും, അത് ഞാനൊക്കെ സംശയം. നിന്റെ ഇത് മോനൊന്നും പറഞ്ഞു കൊടുക്കൂലല്ലോ? മോൻ ചെറുതല്ലേ. എന്നാലും ആരെങ്കിലും നന്നായിട്ട് എപ്പെങ്കിലും അവന്റെ ഉറക്കാനായിട്ട് ഞെട്ടിട്ടുണ്ടാവോ? സംശയിക്കുമ്പോ എല്ലാം സംശയിക്കണ്ടേ? അതൊന്നും അല്ല, എന്തോ പറ്റിയ മാതിരിയാ ഉള്ളത് കേക്ക്. വേറെന്താ എനിക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നാ പറ്റാൻ സാധ്യത? എന്നാണ് ഇപ്പൊ ഞാനെന്നാ പറയേണ്ടത്? അതുകൊണ്ട് ഫുൾ ടൈം ഫോണില് സംസാരിക്കുന്നുണ്ടോ? എന്താ നീ കേക്കലുണ്ടോ? അത് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിനോടും മറ്റേ ഇതെല്ലാം അങ്ങനെ സംസാരിക്കല് കേക്കല്. അങ്ങനെ വേറെ സംസാരിക്കുന്നു. ചോദിക്കുവാ പറയാ എന്താ പറയാ ഏതെങ്കിലും കോർട്ടിന്റെ ഉടമയായിട്ട് ആരെങ്കിലുമായിട്ട് കമ്പനിയായിട്ട് സംസാരിക്കുന്നതാണോ? എന്നോട് മാത്രം സംസാരിക്കുമ്പോ കളിക്കുമ്പോ അല്ലേ ഈ പ്രശ്നമുള്ളൂ. ചെലപ്പോ വന്നതിന്റെ ഒരു ആവേശം കെട്ടി തീർന്നിട്ടുണ്ടാവും. സ്ഥിരോ ഒരേ അതെ പുറമേയാലും സ്ഥിരോ ഒരേ കോർട്ടം തന്നെ കളിക്കുമ്പോ ചില ആൾക്കാർക്ക് മടുപ്പുണ്ടാവും. പുതിയ നല്ലൊരു കളിസ്ഥലത്തേക്ക് പോണം എന്നുള്ള ചിന്തയുള്ള ആളാണെങ്കിലോ? അങ്ങനെയുണ്ട്. അപ്പൊ നിനക്കോ? അനക്കില്ല. നമുക്ക് ഇഷ്ടം പോലെ കളിക്കാൻ പറ്റിയ നല്ല കോർട്ട് ഇങ്ങനെ കിട്ടിയാണ്. വേറെ ആളതാണെങ്കിലും തൽക്കാലം നമുക്ക് കളിക്കാര് കോർട്ട് തന്നിട്ടുണ്ടല്ലോ. അതില് നമുക്ക് മടുപ്പൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഈ സ്വന്തം കോർട്ടൊക്കെ ആകുമ്പോ ഇങ്ങനെ മടുപ്പ് വരാൻ ഞാൻ കാരണം ഇത് എപ്പോ നമ്മളെ കൈമത്തിന്റെ ഉള്ളിലാണല്ലോ. അങ്ങനെയൊക്കെ വരാന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ പുറത്തുള്ള ഒരു കോർട്ട് കിട്ടുമ്പോ കളിക്കുന്ന ഇല്ല അങ്ങനെ കളിക്കാന്ന് ഒരു പൂതി തോന്നിക്കൂടാന്നൊന്നുമില്ലല്ലോ. നല്ല പച്ചപ്പെല്ലാം കാണുമ്പോ അവിടെ പോയിട്ടൊന്ന് കളിക്കാം. മനുഷ്യന്മാർക്കല്ലേ. അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ഉണ്ടോന്ന് നോക്കുക. ഞാനിനി അയാളെ ഒന്ന് വാച്ച് ചെയ്യണം. നോക്കി നോക്കൂ. വേറെ പുറത്തുനിന്ന് ബറിയിടുന്ന് കളിക്കുന്നുണ്ടോ അല്ലെ കളിക്കാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എല്ലാം നോക്കി നോക്കൂ. അല്ലെ പിന്നെ നീ നേരിട്ട് ചോദിക്കും എന്നാ ഇപ്പൊ കളിക്കാൻ ഇത്ര മടി കാണിക്കുന്നു ചോദിച്ചു നോക്കാം. അതെല്ലാം ഞാൻ ചോദിച്ചു. എന്നിട്ടെന്താ പറഞ്ഞേ? ഞാനിങ്ങനെ ഇങ്ങല്ലേ കളിക്കല് എന്നാ കുറവ് എന്നല്ല ചോദിച്ചു. നമ്മക്കറിയാലോ കാണുമ്പോ ഒരു എന്നാ പറയണ്ട ഒന്നിനും ഒരു ഉത്സാഹവും ഇല്ല. അങ്ങനെ എന്നാ പറയണ്ട വെറുതെ ഒരു അയാൾക്ക് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിട്ട്? രണ്ടാൾക്കും വേണ്ടാത്ത കളിയാ? അതന്നെ. അവര് ആരിക്കോ വേണ്ടി കളിക്കുന്ന പോലെ കളിക്കും. ഏതാണ്ട് നിങ്ങള് കളി തുടങ്ങിയ എത്ര മണിയാവും? ഇത് ഒരു 10 മണിയാകുമ്പോ തുടങ്ങുവാ? 10-10:30. അത് നല്ല സമയം തന്നെയല്ലേ? അല്ല ഉറക്കൊന്നും അങ്ങനെ വരാതെ സമയല്ലേ അത്. അതെ കളിച്ചു കഴിഞ്ഞാലാണ് ഉറങ്ങാൻ നല്ല സുഖം ഉണ്ടാവും. കാരണം നേരത്തെ കുളിച്ച് കളിയെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കുറങ്ങുമ്പോ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. നല്ലൊരു വ്യായാമമായി. നല്ല വ്യായാമമാണ് ഈ കളി. എനിക്ക് വല്ലാതെ സങ്കടം അതുകൊണ്ട് കളിക്കാതാവുമ്പോ അല്ലേ. ഒന്നിക്കല് ഇത് എങ്ങനെയാണെന്ന് ശരിക്കും നീ വാച്ച്
ഒരിക്കലും കണ്ടുപിടിക്കും. അതായിരിക്കും നല്ല. ഒന്നും അറിയാണ്ട് കയറി ചോദിക്കാനൊന്നും കണ്ട പുള്ളി തിരിച്ചിനി പോകാൻ കുറെ ദിവസം ഉണ്ടോ? എനിക്ക് കുറച്ചേ ഉള്ളൂ. ആ അന്നേരം പിന്നെ ഇത് ആകെ ഒരു മാസേ നിക്കൂ. എന്നിട്ട് പിന്നെ ഇതില് കളിച്ച് താല്പര്യമില്ല എന്ന് പറഞ്ഞാല് അനക്ക് എന്തോ പോലെ തന്നെയല്ലേ. എനിക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമൊന്നും ഇല്ല. എന്റെ പേരെ കളിക്കാതെ ഞാനില്ലേ. അതെ ദിവസം കിട്ടൂലെങ്കിലും നമ്മളൊരുമിച്ച് കളിക്കുമ്പോ നല്ല അടിപൊളി കളിയല്ലേ കളിക്കുന്നു. അതെല്ലാം അങ്ങനെ. അപ്പൊ നീ അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിക്കുന്നത്. അതെ, അയാള് കളിക്കാൻ ഇത് നല്ല സ്പീഡിൽ നന്നായിട്ട് കളിക്കുന്നില്ലെങ്കിൽ നീ അന്നെ ഓർമ്മിച്ചങ്ങ് കളിച്ചാ മതി. അങ്ങനെ ഞാൻ മാത്രം കളിച്ചിട്ടെന്നാ വേണ്ടേ? അല്ലാതെ അയാള് തനിയെ കളിക്കൂലേ, പിടിച്ച് കളിപ്പിക്കണം. ഈ ഗ്രൗണ്ട് നിറയെ കൈയും പിടിച്ചിട്ട് ഓടിച്ച് കളിക്കണം. അയാളുടെ തേച്ച് ഗ്രൗണ്ടും കാണിച്ചു കൊടുത്തിട്ട് അയാൾക്ക് ഒരിതുമില്ല. അയാള് ഗ്രൗണ്ടിൽ കണ്ട് മടുത്തായിരിക്കും. അങ്ങനെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതിന് ചെറിയ ആൾക്കാർക്ക് അങ്ങനെ ഒരു കുറെ ദിവസം കാണാണ്ട് ഗ്രൗണ്ടൊന്നും കാണാണ്ട് എന്നിട്ട് പെട്ടെന്ന് കാണുമ്പോ ഭയങ്കര കളിയായിരിക്കും. അതാണ് ഗൾഫിന്ന് അങ്ങനെ വന്നേരോ ഒരു ആക്രാന്തം, ഭയങ്കര കളിയല്ലേ. അതിനുശേഷം കളി കുറയുന്നുണ്ടെങ്കിൽ അതങ്ങനെയാന്ന് ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് നല്ല കളി കാഴ്ച വെക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാര് അതന്നെ പോലത്തേന്ന് പറയാം. നമ്മളിതിനെ നമ്മളെ മൈൻഡേ കളിക്കാനുള്ള ഒരേ മൈൻഡാണ്. അതുകൊണ്ടാണ് കളി 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 അത് മാത്രമേ ഉള്ളൂ നമ്മളെ മൈൻഡില്. മനസ്സിലായിട്ടില്ലേ? കളിക്കാനും നല്ല കളിക്കാൻ മൈൻഡിലൂടെ ഒപ്പരം കളിക്കുന്നതോടൊപ്പം കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നും. നല്ല സുഖം. ഓടാനും ചാടാനും ഒക്കെ ഒപ്പരം ഒരാളുണ്ടാകുമ്പോ അയാളും നന്നായിട്ട് കളിക്കും. ഒരലസതയുള്ള കളിക്കാരനാകുമ്പോ ഒപ്പരം കളിക്കുന്ന ആക്കും ഇവനെന്തോന്ന് ഇങ്ങനെ ഒരു ഉഷാറുള്ള കളി കളിക്കുന്നതിന് അങ്ങനെ അലസതയോ അതങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ എന്താ ചെയ്യാന്? ഇപ്പൊ അന്നേരം എന്താ ചെയ്യാ? എന്നാ ഞാൻ അയാൾ കണ്ടുപിടിക്കും. എന്നാ കാരണം അറിയണമെന്നല്ല. കാരണം പോകുന്നതിന് തന്നെ അറിഞ്ഞാ നന്നായിരിക്കും. വേറെ ആരെങ്കിലും ഇങ്ങനെ ഇയാള് പുറത്ത് നല്ല കളി കാഴ്ച വെക്കുന്ന ആളാണോ പറയാൻ പറ്റൂല കേട്ടാ. അതെ, അതിനോ ഞാനൊന്ന് നോക്കട്ടെ. അത് കറക്റ്റൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ചോദിക്കുക അന്റെ കോർട്ടിന് എന്നാണ് കുറവ് ചോദിക്കുക. നീ കൂടി സഹായിക്കണം. എനിക്ക് പറയുമ്പോൾ സഹായിക്കാൻ കഴിയില്ലല്ലോ. ഞാനെങ്ങനെ സഹായിക്കുക? ഞാൻ അയാളെ നിന്റെ കളിക്കാരനെ കാണുന്ന തന്നെ എപ്പെങ്കിലും ദൂരേന്ന് കാണുന്നേ. കാരണം ഒന്നാമത്തില് നമ്മൾ തമ്മില് ഒരുമിച്ച് കളിയുള്ളതുകൊണ്ട് എനിക്ക് അയാളെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. അയാളെ കോർട്ടല്ലേ കളിക്കുന്നു. അന്നേരം എന്തെന്നാലും നമുക്കൊരു ചമ്മലുണ്ടാവൂലെ അയാളെ കോർട്ട് ഞാൻ കൈയടക്കി കളിക്കുമ്പോ. എനിക്ക് ചമ്മലിന്റെ കാര്യമില്ലല്ലോ. നിങ്ങളെ രണ്ടോടെ ഒരുമിച്ച് നിങ്ങൾ തമ്മിലും കളിക്കലില്ലേ? അതുകൊണ്ട് സ്ഥിരം കളിക്കാറില്ലേ നിങ്ങള്? അതുപോലെ നമ്മളെപ്പെങ്കിലും കിട്ടുന്ന അവസരം അല്ല, നമ്മള് വേറൊരാളെ അവസരം മുതലെടുത്തിട്ട് നമ്മളെ അവരെ കോർട്ട് കയറി കളിക്കുന്നത് താൽക്കാലിക കളിക്കാരനാണ് നമ്മള്. അതുകൊണ്ടാണ് പ്രശ്നം. താൽക്കാലിക കളിക്കാരന് പവർ കൂടുതലായിരിക്കും. സ്ഥിരം കളിക്കുന്ന ഈ സ്ഥിരം കോർട്ടിലെ അതുകൊണ്ട് ഓടി കളിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടുപിടിക്കാൻ ഇനി വലിയ പ്രശ്നം ആക്കാൻ നിക്കണ്ട. കണ്ടുപിടിച്ചോ? അറിയണ്ടേ? അതറിയണം. ഇനി നീ അല്ലാണ്ട് വേറെ ഏതെങ്കിലും കളിക്കാരി ഉണ്ടോ ഒരുമിച്ച് കളിക്കാൻ നോക്കുക.
ഞാന് നിന്റെ കളിച്ചാലും അയാൾക്ക് ആവേശം കുറക്കുന്നില്ലല്ലോ. അതൊന്നിച്ച് കളിക്കുന്നു. നിന്റെ വെച്ച് ഞാൻ കളിച്ചാലും അയാളൊന്നിച്ച് കളിക്കുമ്പോ ഞാൻ ആവേശമൊന്നും കുറക്കുന്നില്ലല്ലോ. അയാളെ ഭാഗത്തെത്തുമ്പോ അങ്ങനെയുണ്ടല്ലോ വരുവാ. അല്ല അയാള് പിന്നെ ഇങ്ങനെ മറ്റേ കളിക്കാൻ മറ്റേ ഇങ്ങനെ കാണിക്കണ്ടേ. അങ്ങനെ കൂടുതല് പ്രശ്നമാക്കണ്ട, നോക്കിട്ട് പിന്നെ ഞാൻ ഇതൊന്ന് അന്വേഷിച്ചിട്ട് നോക്കട്ടെ. എന്തായാലും പറഞ്ഞു തരണം കേട്ടാ. എന്തായാലും പറയണം. അത് ഞാൻ എന്തോ ഒരു സൂചനയുള്ള പോലെ ആ നിന്റെ സംസാരം. എന്തോ ഒരു ഇത് എനക്കും തോന്നുന്നുണ്ട്, എന്തോ അതുള്ള പോലെ. നോക്ക്, അന്വേഷിച്ചോക്ക്. എന്നിട്ട് ഞാൻ വിളിച്ചു.